പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ശാക്തീകരണ സംഘടനയായ പ്രചോദി വിക്ടോറിയയുടെ 8ാമത് വാർഷിക സമ്മേളനം നടത്തി. കോളേജിലെ മലയാളം ബ്ലോക്കിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KG രാഗപ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ വളരെ സമൂഹത്തിൽ വൾണറബിൾ ഗ്രൂപ്പ്സിന് ഏറ്റവും അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഏറ്റവും ആവശ്യമായത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. സമൂഹം ഒപ്പം കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രചോദി എന്ന് ഞാൻ ഇന്നത്തെ ഇവിടെയുള്ള റിപ്പോർട്ട്സും പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ കാണുകയുണ്ടായി. അത് പ്രചോദി എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അത്രയും മികച്ച പ്രവർത്തനങ്ങൾ പ്രചോദി നടത്തി വരുന്നതായി കാണുന്നുണ്ട്. നമ്മളുടെ സാമൂഹ്യനീതി വകുപ്പ് വഴി തന്നെ ഭിന്നശേഷി നമുക്കറിയാം, ഭിന്നശേഷി സ്കോളർഷിപ്പ് ഉണ്ട്, പഞ്ചായത്ത് വഴി നൽകുന്ന ഭിന്നശേഷി പെൻഷൻ, ഭിന്നശേഷി പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് ഭിന്നശേഷി പെൻഷൻ, അതാണ് പ്രധാനമായും കിട്ടിവരുന്നത്. അതുകൂടാതെ നമ്മുടെ വകുപ്പ് വഴി നൽകി വരുന്ന വിവിധ പദ്ധതികളുണ്ട്. അതായത് വിദ്യാകിരണം, വിദ്യാജ്യോതി, പിന്നെ മാതാപിതാക്കൾക്കായിട്ടുള്ള വിവിധ സ്കീമുകൾ എന്നിവയെല്ലാം വകുപ്പ് വഴി നടപ്പാക്കി വരുന്നുണ്ട്. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ചന്ദ്രമോഹനൻ മുഖ്യാതിഥിയായി. പ്രചോദി വിക്ടോറിയ കോർഡിനേറ്റർ VK മോഹൻദാസ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശൻ, ഡോക്ടർ ശങ്കരൻ, ഡോക്ടർ സുഷമകുമാരി, കോളേജ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സൗമ്യ മാത്തുക്കുട്ടി, R. സിന്ധു, കൗൺസിലർ മേഘ സുരേഷ്, കോളേജ് യൂണിയൻ ചെയർമാൻ JG ഭഗത്, യൂണിയൻ അംഗം ഓജസ് കൃഷ്ണ, പ്രചോദി സെക്രട്ടറി അതുൽ ആനന്ദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രചോദി വിക്ടോറിയയുടെ വാർഷിക റിപ്പോർട്ട് അവതരണവും ചർച്ചയും സംഘടിപ്പിച്ചു. തുടർന്ന് ഈ വർഷം ഗവൺമെന്റ് സർവീസിൽ കയറിയ പ്രചോദി അംഗങ്ങളെയും ജെർഫ്, നെറ്റ്, PSC മോഡൽ പരീക്ഷകളിൽ വിജയിച്ച പ്രചോദി അംഗങ്ങളെയും മികച്ച പ്രചോദി വോളണ്ടിയർമാരെയും പുരസ്കാരം നൽകി ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.